സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രജീഷ് കയ്യാർക്കിൽ ഒരു പ്രൈസ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പ്രൈസ്, നമുക്ക് റേറ്റ് 1 റേറ്റ് 2 ഉണ്ടാവും. അതിലുപരി നമുക്ക് വേറെ പ്രൈസസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ മാസ്റ്ററിൽ വരും, നമുക്ക് സ്റ്റോക്കിൽ പോവാം. ഇതിൽ നമുക്ക് താഴെ പ്രൈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 പ്രൈസ് ഗ്രൂപ്പ് നമുക്ക് കാണാം. ഇനി പുതിയൊരു പ്രൈസ് ഗ്രൂപ്പ് ആഡ് ചെയ്യണമെങ്കിൽ പ്രൈസ് ഗ്രൂപ്പിൽ പോവാം. ഞാനിപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈസ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ ഇൻ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിൽസ് ഇൻവോയ്സിന്റെ വിൻഡോയിലും ഈ ഒരു പ്രൈസ് അവൈലബിൾ ആയിരിക്കും. അതല്ല നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഓരോ കസ്റ്റമർ വൈസ് നമുക്ക് ഈ ഒരു പ്രൈസ് ഗ്രൂപ്പ് അസൈൻ ചെയ്യാൻ പറ്റും. സോ ഞാനിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണോ ഒരു സ്പെഷ്യൽ പ്രൈസിന് കൊടുക്കേണ്ടത് ആ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ നിന്ന് ആഡ് ചെയ്യണം. ഞാൻ ടീ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ 12. അതുപോലെ തന്നെ നമ്മൾ ബോക്സ് ഓഫ് 10ന് 120 കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെയിൽസ് റേറ്റ് 10 കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബോക്സിന്റെ റേറ്റ് 100 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എത്ര പ്രൊഡക്ട്സ് വേണമെങ്കിലും ഓരോ പ്രൈസ് ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് കസ്റ്റമേഴ്സിന് നമ്മൾക്ക് പ്രൈസ് ഗ്രൂപ്പ് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെഡ്ജറിൽ പോവാം, കസ്റ്റമറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റമറിന്റെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ആക്ഷനിൽ പോവാം. ഇവിടെ സെറ്റിംഗ്സിൽ നമുക്ക് പ്രൈസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള പ്രൊഡക്റ്റിൽ വരുന്നത് ആ ഒരു പ്രൈസ് ആയിരിക്കും, നമ്മൾ ആ പ്രൈസ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഈ ഒരു കസ്റ്റമറിന് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സെയിൽസ് ഇൻവോയ്സിൽ അപ്ലൈ ആവാം. ഞാൻ ട്രാൻസാക്ഷൻസിൽ പോയി, ട്രാൻസാക്ഷൻസിൽ ഞാൻ സെയിൽസ് പോയിട്ട് ആ ഒരു കസ്റ്റമറിനെ ഒന്ന് സെലക്ട് ചെയ്തു. ഇതിനുശേഷം നമ്മൾ നേരത്തെ നോക്കിയതുപോലെ 12 ആയിരുന്നു ഞാൻ ഇനീഷ്യലി നോർമലി കൊടുക്കുന്ന പ്രൈസ്. ഇപ്പൊ ഈ ഒരു കസ്റ്റമറിനെ നമ്മൾ ആ ഒരു പ്രൈസ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഇട്ടതുകൊണ്ട് നമുക്കിവിടെ കാണാം 12 മാറിയിട്ട് 10 എന്നുള്ള ആ ഒരു സ്പെഷ്യൽ പ്രൈസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഷോ ഇൻ സെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രൈസ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെ മൾട്ടിപ്പിൾ പ്രൈസ് ഗ്രൂപ്പ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രൈസ് ഗ്രൂപ്പിൽ പോയിട്ട് ഏത് പ്രൈസ് ഗ്രൂപ്പിലത്തെ പ്രൈസ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഇത്രയാണ് നമുക്ക് പ്രൈസ് ഗ്രൂപ്പിൻ്റെ കേസ് വരുമ്പോൾ പറയാനുള്ളത്.